ശരിയാണ്. നമ്മൾ ഈ സംസാരിക്കുന്നതേ കലവില എപ്പോഴും സംസാരം തന്നെയല്ലേ ഉള്ളൂ. എന്തെങ്കിലും നന്മ നമ്മുടെ ചുണ്ടിലുണ്ടോ? ദിക്ർ ചെല്ലുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ് ചെല്ലുന്നുണ്ടോ? സുബ്ഹാനല്ലാഹയുടെ മഹിമേറിയോ? വമാ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹയുടെ ശ്രേഷ്ഠത എന്താ? തംലഉ ബൈന സമാഇ വൽ അർള്, ഏഴാം ആകാശവും ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറയും ഒരൊറ്റ സുബ്ഹാനല്ലാഹയുടെ ശ്രേഷ്ഠത എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞേ. ഒന്ന് ഉറക്കെ സുബ്ഹാനല്ലാഹ്. ഇതാണ് സുബ്ഹാനല്ലാഹ്. ഇതാണ് പള്ളിയിലൊന്നും ആരും സുബ്ഹാനല്ലാഹ് ഇല്ലാത്തത്. ഈ കോലത്തിൽ ചെല്ലിയിട്ടാണ്. ഉറക്കെ പറയും സുബ്ഹാനല്ലാഹ്. ഈ ഭീമാ പള്ളി ഒന്ന് അനുഗ്രഹീതമാകട്ടെ. ഉറക്കെ ചൊല്ലും സുബ്ഹാനല്ലാഹ്. ശബ്ദമില്ലേ? നിങ്ങൾക്ക് ആർക്ക് ശബ്ദമില്ലല്ലോ? ഉറക്കെ പറയും, ഉറക്കെ പറയും സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, ഒരൊറ്റ സുബ്ഹാനല്ലാഹയുടെ മഹിമ നിങ്ങൾക്കറിയുമോ? തംലഉ ബൈന സമാഇ വൽ അർള്, ഏഴാം ആകാശത്ത് മുതൽക്ക് ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറയ്ക്കുന്ന പ്രതിഫലമാണ് ഒരൊറ്റ സുബ്ഹാനല്ലാഹ് ഉൾക്കൊള്ളുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ജീവിതം മുഴുവൻ ദിക്റിലാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ, അതുകൊണ്ടല്ലേ മഹാന്മാരാകുന്ന ആളുകൾ പറയും സംസാരിക്കുക എന്നുള്ളതല്ല ഒരു വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ചുമ്മാ 10 പേര് കൂടുമ്പോൾ അങ്ങ് ആവശ്യമില്ലാതെ വർത്താനം പറയാം. ചിലർക്ക് അങ്ങനെയാണ്. 10 പേര് കൂടുന്നിടത്ത് കുറച്ച് എന്തെങ്കിലും രാഷ്ട്രീയം പറയണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞെങ്കിൽ വലിയ വിവരമുള്ള ആളാണെന്ന് കൗമ് ധരിക്കുന്നതാണ്. എന്നാൽ മഹാന്മാരാകുന്ന മഹത്തുക്കൾ പറയുന്നു 10 പേര് കൂടുന്നിടത്ത് ഏറ്റവും സംസാരം കുറയുന്നവനാണ് ബുദ്ധിമാൻ. ഏറ്റവും കുറച്ച് എന്ന് പറഞ്ഞാൽ അവനെ വിവരമുള്ളവൻ. ആവശ്യമില്ലാത്ത വർത്താനത്തിന് എന്തിനാ നിൽക്കുന്നത്? അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട മർഹൂം തഴവ ഉസ്താദ് അവറുകൾ, എന്റെ ഉമ്മയുടെ വാപ്പ, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. മഹാനവറുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് ആലിമീകളാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാർ അദ്ദേഹത്തെ കാണാൻ വന്നാൽ അനുവദിക്കുന്നത് 3 മിനിറ്റ് സമയം മാത്രമാണ് സംസാരിക്കാൻ. ആലിമീങ്ങൾക്ക്, സാധാരണക്കാർക്ക് 2 മിനിറ്റ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ ആവശ്യം കേൾക്കുക, ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുക. ദിക്ർ ചോദിച്ചു വരുന്നു, എന്തെങ്കിലും അമര് ചോദിച്ചു വരുന്നു, അത്തരത്തിലുള്ള സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പണം ചോദിച്ചു വരുന്നു, അവരുടെ ആവശ്യത്തിന് വേണ്ടി സമയം ചെലവിക്കുക 2 മിനിറ്റ്. ആളുകൾ ഇങ്ങനെ ക്യൂ ആണ്. അതിനുവേണ്ടി പ്രത്യേക ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് കൊടുക്കുന്നത് ആലിമാണോ നല്ല സമുന്നതനായ പണ്ഡിതനാണോ എന്ന 3 മിനിറ്റ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയും യാ അല്ലാഹ് ഇറങ്ങിക്കോളാൻ പറയും. അല്ല ഇവിടെ ഇരിക്കട്ടെ 10 മിനിറ്റ്. മസലയാണ് ചോദിക്കുന്നത്, ഫഖഹിയായ മസലകളാണ് ചോദിക്കുന്നത്, പല വിഷയങ്ങളിലുള്ളതാകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വന്നിട്ടുള്ളത്. എന്ത് വിഷയമായിക്കോട്ടെ 3 മിനിറ്റിനുള്ളിൽ തീർത്തോണം. അതിനപ്പുറത്തേക്ക് പിന്നെ ചർച്ചയില്ല. യാ അല്ലാഹ് ഹല്ലി വല്ലി വിട്ടോ വിട്ടോളാൻ പറയും ആരായിരുന്നാലും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് അമൽ ചെയ്യാനുള്ള സമയമാണ് അല്ലാഹു തന്നിരിക്കുന്നത്, ഞാനിങ്ങനെ സംസാരിച്ചു കളയാൻ പാടുള്ളതല്ല. 3 മിനിറ്റ് കൂടുതൽ ആലിമീങ്ങൾക്ക് ഒരു ദിവസം കൊടുക്കൂല, പൊയ്ക്കോളാനാ പറയുന്നത്. കാരണം എനിക്കെന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന ആയുസ് വളരെ കുറവാണ്. 60-70 വയസ്സ് മാത്രമാണ് ഉമ്മത്തിൻ്റെതാകുന്ന സമുദായത്തിന്റെ ആയുസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ ഭൗതികമാകുന്ന കാലഘട്ടത്തിൽ കുറഞ്ഞ ആയുസിനിടയ്ക്ക് ഞാൻ എങ്ങനെ ഈ സാധാരണക്കാരോടും ഉലമായിനോടും 3 മിനിറ്റിൽ കൂടുതൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിലകൊള്ളും? അമൽ ചെയ്യാനുള്ള എന്റെ സമയം നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ, എനിക്കിതാ സുന്നത്ത് നമസ്കരിക്കണം, എനിക്ക് ദിക്ർ എടുക്കണം, എനിക്ക് ഇബാദത്ത് എടുക്കണം, എനിക്ക് എന്റെ കാര്യങ്ങൾ നിലകൊള്ളും. അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് അവരൊക്കെ മഹത്തുക്കളായി തീർന്നത്. മനസ്സിലാക്കണം. നമ്മളാണെങ്കിലോ 10 ദിവസം ഒന്ന് ക്വാറന്റൈനിൽ ഇരുന്നാൽ മതി. ആരെയും സംസാരിക്കാൻ കിട്ടിയില്ലല്ലോ പഠിച്ചവനെ. പിന്നെ മൊബൈൽ ഫോൺ എടുത്ത് സണ്ണീലിയാനായിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുക, അതും ഇതുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ മൊബൈൽ ഉള്ളത് കൊണ്ട് പിന്നെ ക്വാറന്റൈനിൽ ഇരുന്നാലും കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ ഒരുത്തൻ സുഖമില്ലാതെ കിടക്കുകയാണ്, അവനെ കാണാൻ പോയിരുന്നാലും അവൻ്റെ കട്ടിലേക്ക് എറിയുന്ന അവൻ്റെ മുന്തിരിയും ഒക്കെ വലിച്ചു കയറി തിന്ന് റാഹത്തായിട്ട് അവനെ കട്ടിലേയും താഴെ ഇടും. 10 മിനിറ്റ് അവിടെ പോയി ഇരിക്കും. പക്ഷെ അല്ലാഹ് അവനെ മൈൻഡ് ചെയ്യുന്ന പരിപാടി. എന്തിനാണ് പോയതെന്ന് പോലും അറിയില്ല. ഇയാദത്തുൽ മരീദ് രോഗസന്ദർശനത്തിന്റെ മര്യാദ നമുക്കറിയില്ല. എത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്.
നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം പോലെ അവനതാ സർവ്വ അമലുകളും രേഖപ്പെടുത്തുകയാണ്. പ്രായപൂർത്തിയെത്തിയ തലം മുതലുള്ള എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. എന്താ നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ? ഒരു ദിവസത്തെ എല്ലാം അടയാളപ്പെടുത്താൻ പറയുന്നത്. പ്രായപൂർത്തിയെത്തിയ തലം മുതൽ ഇതുവരെ നീ ചെയ്ത എല്ലാ അമലുകളും എങ്ങനെ ഓർത്തെടുക്കും? അള്ളാഹു ഓർമ്മ കൊടുക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഓർമ്മ അങ്ങോട്ട് കൊടുക്കും. അല്ലേ ഖുർആൻ പറഞ്ഞത്, ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിനക്ക് ഉൾക്കാഴ്ചയിട്ട് തരാൻ, ഇന്ന് മുതൽക്ക് നിനക്ക് കാഴ്ച കൂടുതൽ, എല്ലാ കാര്യങ്ങളും നീ മനസ്സിലാക്കാൻ തുടങ്ങും. മരണത്തോടുകൂടി ഉൾക്കാഴ്ച കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. ജീവിതത്തിൽ അവന് അമൽ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ടായിരുന്നു, നമസ്കരിക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ടായിരുന്നു, നോമ്പ് പിടിക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ടായിരുന്നു, പാവങ്ങളുടെ കണ്ണീരപ്പാൻ പറ്റിയ അവസരങ്ങളുണ്ടായിരുന്നു. ഭീമാ ഉമ്മയുടെ ദർഗയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് തന്റെ പിഞ്ചു കുഞ്ഞിനെ മാറോടനച്ചുകൊണ്ട് അവന്റെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരുതാകുന്ന സഹോദരി ഉണ്ടായിരുന്നു. അവരെ സഹായിക്കാനുള്ള സന്മനസ്സില്ലാതെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് പൈസകൾ നോട്ട് കണക്കിൽ എണ്ണിയിട്ട് അതിൽ ഒരു 5 രൂപ എടുത്തവരുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് അഹങ്കാരത്തോടുകൂടി കാറിൽ കയറിക്കൊണ്ട് ചീറിപ്പാഞ്ഞു പോയതാകുന്ന സഹോദരനല്ലേ നീ? ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവനാണ്. ഖേദിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. എല്ലാ അവസരങ്ങളും അവനന്ന് പടച്ചവന്റെ മുന്നിൽ സമാപനം പറയേണ്ടി വരും. അന്നവൻ വിഷമിക്കാൻ എല്ലാ അമലുകളും രേഖപ്പെടുത്തും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ അവൻ ചെയ്തു വെച്ചതാകുന്ന ഏതൊക്കെ നന്മകളുണ്ടോ തിന്മകളുണ്ടോ എല്ലാ അമലുകളും രേഖപ്പെടുത്തുകയാണ്. കയൗമിൻ വാഹിദ്, ഒരൊറ്റ ദിവസം ചെയ്തതാകുന്ന പ്രവർത്തനങ്ങൾ പോലെ ഖബറിലിരുന്നു കൊണ്ട് എഴുതി തീർക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അവന്റെ ചെറുപ്പകാലം മുതൽ അവൻ ചിന്തിക്കുകയാണ്, പ്രായപൂർത്തിയെത്തിയ തലം മുതൽ എത്രമാത്രമാകാ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ടുപോയിട്ടുണ്ട്. നഊദു ബില്ലാഹ്. ആ കാലഘട്ടം അവന് ചിന്തിക്കുകയാണ്. അന്നിതാ വളരെ വിരളമായിരുന്നു സിനിമാ തിയേറ്ററുകൾ. ഉള്ള തിയേറ്ററിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ക്യൂ നിന്നതാകുന്ന ഘട്ടങ്ങളെ കുറിച്ച് അവന് ചിന്തിക്കുകയാണ്. ദൂരദർശൻ ടിവിയിലൂടെ ചാനലിലൂടെ സിനിമകൾ ഞായറാഴ്ച ദിവസം വൈകുന്നേരം വരുന്നത് കാണാൻ വേണ്ടി അന്യാകുന്ന കൂട്ടുകാരന്റെ വീട്ടിലേക്കും നാട്ടുകാരുടെ വീട്ടിലേക്കുമൊക്കെ ചേക്കേറിയതാകുന്ന രാവുകൾ അവൻ മനക്കോട്ട കെട്ടുകയാ. എത്രയോ രാവുകൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തനിക്ക് കൈമാറി തന്നതാകുന്ന ബ്ലൂ ഫിലിമിന്റെ സീരിയൽ ഇട്ട് കാണാൻ വിഷമിച്ചവനാണ്. അങ്ങനെ മോശപ്പെട്ട തലത്തിലേക്ക് തന്റെ കാലുകളെ കൊണ്ടുപോയവനാണ്, തന്റെ കണ്ണുകളെ മലിനപ്പെടുത്തിയവനാ. അതെല്ലാം അവന്റെ മനസ്സിൽ കടന്നു വരികയാണ്, അതെല്ലാം അവന് കുറിക്കുകയാണ്. അതേ നിലയിൽ തന്നെ നിലകൊള്ളുമ്പോഴും ചില ആളുകൾ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ഹയ്യാലൽ സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് ബാങ്ക് മുഴങ്ങിയപ്പോ ആ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയവനാണ്. നമസ്കാരം 5 വഖത്ത് ചിട്ടവച്ചവനാണ്. സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചവനാണ്. റമളാൻ പരിപൂർണമായി നോമ്പനുഷ്ഠിച്ചവളാണ്. പാവപ്പെട്ടവരുടെ കണ്ണീരപ്പിക്കൊണ്ട് നിലകൊണ്ടാണ്. ഒരുപാട് സുഹൃതങ്ങൾ തന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചവരാണ്. വിശുദ്ധമായ ഖുർആൻ ഖത്മ ചെയ്തവനാണ്. സ്വലാത്ത് അധികരിപ്പിച്ചവനാണ്. അള്ളാഹുവിന്റെ മഹത്വങ്ങളെ വാഴ്ത്തിയവനാണ്. അവരുടെ മൗലിക കീർത്തനങ്ങൾ ആലപിച്ചവനാ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആദരിച്ചവളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തത് എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തുകയാ. അങ്ങനെ ജീവിതത്തിൽ അവന്റെ നന്മ തിന്മകളും മുഴുവനും ഖബറിലിരുന്നു കൊണ്ട് രേഖപ്പെടുത്തുന്ന സമയമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ അമലുകളും രേഖപ്പെടുത്തിയതാകുന്ന ആ കഫൻ പുടവ അവന്റെ തോളിലേക്ക് ചുരുട്ടി അല്ലാഹു വെച്ചു കൊടുക്കുമേ. അതാണ് നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരിക എന്ന് വിശുദ്ധ ഖുർആൻ. വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ കിതാബൻ യൽഖാഹു മൻശൂറാ.
كفى بنفسك اليوم عليك حسيبا. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യ നാളെ അതാണ് നിനക്ക് അല്ലാഹു നിന്റെ കയ്യിലേക്ക് നൽകുന്നതായ ഗ്രന്ഥം. വലത് കൈയിൽ ഏട് നൽകപ്പെട്ടവർക്ക് സന്തോഷമാണ്, അവർ ആഹ്ലാദ ചിത്തരാണ്. വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് വമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂൽ ഹാ اقرؤوا كتابيا إني ظننت أني ملاق حسابيا فهو في عيشة راضية. അവൻ വലിയ സന്തോഷവാനാണ്, കാരണം വലത് കൈയിൽ ഏട് നൽകപ്പെട്ടതാണ്. ഏതാണ് ഏട്? ഇവനെ കബലിൽ നിന്നുകൊണ്ട് എഴുതിയതാകുന്ന നന്മ തിന്മകള അതെല്ലാം അല്ലാഹു ക്രോഡീകരിച്ച് അവന്റെ വലത് കൈയിലേക്ക് ഏടായി നൽകപ്പെടുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നാളെ നീ കബറിൽ വെച്ച് എഴുതപ്പെട്ടതാകുന്ന സർവ്വ നന്മ തിന്മകളും നാളെ കബറിലേക്ക് പോകുന്ന വേളയിൽ, നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് നിന്റെ തോളത്ത് അല്ലാഹു നൽകുന്ന ഏട് ഈ ഏട് തന്നെയാണ് എന്നും വിശുദ്ധമായ ഖുർആൻ. ഇതും ചുമന്നുകൊണ്ടാണ് മഹ്ശറയിലേക്ക് വരുന്നത്. കഫംപുടവ മുഴുവൻ ചുരുട്ടി തോളത്ത് വെച്ചുകൊണ്ട് മഹ്ശറയിൽ വരും. അത് തന്നെ ഏടാക്കി നന്മയാണോ കൂടുതലുള്ളതെങ്കിൽ വലത് കൈയിൽ നൽകും, തിന്മയാണോ അധികരിച്ചതെങ്കിൽ നമ്മുടെ നെഞ്ചിങ്ങനെ തുളച്ചിട്ട് ഇടത് കൈയുടെ പിൻഭാഗത്തിലൂടെ നൽകും. സയ്യിദുനാ റസൂലുള്ളാഹി ഒക്കെ വിശദീകരിക്കാൻ മഹ്ശറ മാത്രം പറയേണ്ടി വരും, ഒരുപാട് പറയണം, അങ്ങോട്ട് പോകും. വേറെ വിഷയത്തിലേക്ക് പോകണ്ടാണ്. ഇടത് കൈയിൽ നൽകപ്പെടും. ഖുർആനിലുണ്ടല്ലോ വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂൽ യാ വൈലതാ ലൈതനി ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാളിയാ. ഇടത് കൈ നെഞ്ചിലൂടെ പിന്നിലേക്ക് തുളച്ചു വെച്ചിട്ട് ഇടത് കൈയിലേക്ക് ആർക്കെങ്കിലും കിതാബ് നൽകപ്പെട്ടാൽ വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് ഉറപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, ഈ സദസ്സിൽ വന്നു ചേർന്ന മുഴുവൻ ആളുകളെയും അത്തരത്തിലുള്ള അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാര് തവസ്സുലാക്കി ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഇടത് കയ്യിൽ കിതാബ് നൽകരുത് അല്ലാ. വലത് കയ്യിൽ ഏട് നൽകപ്പെട്ട സാലിഹീങ്ങളിൽ സാലിഹത്തുകളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. വല്ലാത്ത രംഗമാണ് ഇടത് കയ്യിൽ കിതാബ് നൽകപ്പെട്ട ഹതഭാഗ്യരായ ആളുകൾ അവർ വിളിച്ചു പറയുകയാണ്, യാ വൈലത്താ യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ ദുഃഖമേ, എന്റെ വിരഹമേ, എന്റെ പ്രയാസമേ, ലൈതനീ ലം ഊത കിതാബിയാ, എനിക്ക് കിതാബ് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാളിയാ. ചുട്ടുപഴുത്തതാകുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യുകയാണ്. 3000 വർഷം നിരന്തരമായി കത്തിച്ച നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാ. വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടവൻ പറയുകയാണ്, യാ ലൈലത്താ ലൈതനീ ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ. എന്റെ ഈ വിചാരണയൊന്ന് കഴിഞ്ഞു കിടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. എനിക്ക് പ്രയാസമാണ്, നൊമ്പരമാണ്. എനിക്ക്
എനിക്ക് ഈ കിതാബ് നൽകിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വിളിച്ചു പറയാൻ നരകാവകാശി അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അവിടെ കൊണ്ടുവരുന്ന ഗ്രന്ഥം ഏതാണ്? നീ ഖബറിൽ നിന്നുകൊണ്ട് എഴുതുന്ന രംഗമാണ്. അത് മനസ്സിലായിക്കോ. ഇതൊക്കെ അവിടുന്ന് നീയാ ചാർട്ട് ചെയ്ത് വിടുന്നത്, അല്ലാതെ ഇതിനെ പറയൊന്നും മലക്ക് നിൽക്കൂല. നീ തന്നെ എഴുതണം എല്ലാം, ഒന്നും വിട്ടുപോകൂല. ഖബറിൽ നടക്കുന്ന ആദ്യത്തെ പ്രതിഭാസം സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഖബർ നിന്നോട് തന്നെ സംസാരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി ഖബറിലെ അടുത്ത പ്രതിഭാസം, ഖബർ നിന്നോട് സംസാരിക്കും. ഹദീസില്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫിൽ ഖബരി ലയുകല്ലിമുൽ ഖബറു. ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഖബർ അവനോട് സംസാരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മളെല്ലാവരും വാപ്പയെ കൊണ്ടുപോയി ഖബറടക്കി, ഉമ്മയെ കൊണ്ടുപോയി ഖബറടക്കി, സഹോദരങ്ങളെ കൊണ്ടുപോയി ഖബറടക്കി. നമ്മൾ തിരിച്ചിങ്ങ് പോരും. അവിടുത്തെ അവസ്ഥ നമ്മൾ അറിയണം, മനസ്സിലായിക്കോ. ആ ഖബർ അവനോട് സംസാരിക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഖബർ സംസാരിക്കും. ഇവിടെ ഉമ്മ പറയും മണ്ണ് സംസാരിക്കുന്നത്. എന്താ ഈ പറയുന്നത്? ഈ നാവ് ഇതിനാരാ സംസാര വിഭവം കൊടുത്തത്? ആരാണ്? അല്ലാഹു. ഈ നാവ് പോലെ തന്നെ ഒരവയവമല്ലേ ഈ കൈ. എന്റെ ഈ കൈക്ക് ഇപ്പോ സംസാര വൈഭവം ഉണ്ടോ? ഞാൻ ഈ നാവിട്ടടിക്കുന്നത് പോലെ എന്റെ ഈ കൈയിട്ട് ഇങ്ങനെ അടിച്ചാൽ ഒരു ഭാഷ ഇവിടുന്ന് പുറപ്പെടുന്നില്ല. എന്നാൽ നാളെ മഹ്ശറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കോടി ജനങ്ങളെ പടച്ചതമ്പുരുടെ തിരുച്ചൽമാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജനവിഭാഗങ്ങളെയും ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, കഴിഞ്ഞുപോയ ജനസഹസ്രങ്ങളെ മാത്രമല്ല, വരാനിരിക്കുന്ന ജനകോടികളെ മുഴുവനും പടച്ചറബിന്റെ തിരുഹലറത്തിൽ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോ ഈ നാവെന്ന് സംസാരിക്കൂല. അന്ന് സംസാരിക്കുന്നത് ഈ കൈകളാണെന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. എവിടെ പറഞ്ഞു? യാസീനുണ്ട്. ഇതൊക്കെ വല്ലപ്പോഴും ഓതണേ. മരിക്കുമ്പോ മാത്രം യാസീൻ അല്ല ഖുർആനിൽ ഹക്കീം. ആ സമയത്തുള്ള മാത്രം പോരാ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വ തുകല്ലിമുനാ ഐദീഹിം വ തശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ ചെല്ലുമ്പോ എന്നോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കൈകളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ വായകൾക്ക് നാം സീല് ചെയ്യും. ഇന്നുള്ള ഈ സംസാര വൈഭവം നാവിൻ്റെത് നാളെ ഉണ്ടാവൂല. ഇവിടെ ഇപ്പൊ ദുനിയാവില് നിങ്ങളൊരു കേസിൽ കുടുങ്ങി, അവിടെ നിങ്ങൾ കോടതിയിൽ പോയി ഒരു വക്കീലിനെ വെച്ചു. ആ വക്കീൽ വെച്ച് അതിന് സാക്ഷികളായിട്ട് കള്ളസാക്ഷികൾ ഒരു 10 എണ്ണത്തിനെ കൊണ്ടുവന്നു. അങ്ങനെ നിങ്ങൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടേക്കാം നിങ്ങളുടെ നാവിൻ്റെതാകുന്ന ഈ ഒരു മാധുര്യം കൊണ്ട്. പക്ഷെ നാളെ പടച്ചറബിന്റെ ദർബാറിൽ ഈ നാവ് കൊണ്ട് വർത്തമാനം പറഞ്ഞ്, ജാമ്യം പറഞ്ഞിട്ട്, കളവ് പറഞ്ഞിട്ട്, കള്ളസാക്ഷിത്വം പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിശ്വാസികൾ ഒരാളും കരുതേണ്ടതില്ല. എന്തുകൊണ്ട്? ഈ നാവിന്റെ സംസാര വൈഭവം അള്ളാഹു എടുത്തു കളയും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം സീല് വെക്കും. ഖുർആൻ പറയാണ്. എന്നിട്ട് സംസാരിക്കുന്നത് ഏതാ? ഈ നാവിന്റെ സംസാര ശേഷി അല്ലാഹു കൈകൾക്ക് ഇട്ടുകൊടുക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ തന്നെ പറഞ്ഞത് എന്തുകൊണ്ട്? എല്ലാവരും പഠിച്ചതും ഓതുന്നതും പഠിപ്പിക്കുന്നതുമായ സൂറത്താണ്. അതുകൊണ്ട് ഇനി ആരും അർത്ഥശങ്കയ്ക്കില്ലാതെ വേറെ ഏതെങ്കിലും ആയത്ത് ഓതിയാലോ അതൊക്കെ ഉണ്ടോന്നെങ്കിലും സംശയിക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? വിശുദ്ധമായ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നവരുടെ കൈകളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, നാളെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിന്റെ സംസാര വ്യൂഹം എടുത്തു കളഞ്ഞിട്ട് കൈകൾക്ക് സംസാരശേഷി ഇട്ടുകൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും ഖബറിലെ മണ്ണ് അതിന്റെ ചുറ്റുഭാഗം നമ്മളോട് സംസാരിക്കും. ഉറപ്പിച്ചോ? സയ്യിദുനാ റസൂലുള്ളാഹി ഇന്നൽ ഖബറ ലയുകല്ലിമുൽ അബ്ദ ഇദാ വുളിഅ ഫീഹി. ഒരടിമയെ കൊണ്ടുവന്ന് ഖബറിൽ വെച്ചാൽ ആ ഖബറവനോട് സംസാരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ പറയുന്നത്? ആ ഖബറവനോട് പറയുമത്രേ, അന ബൈത്തുത്തൂ അന ബൈത്തുൽ വഹ്ശാ വഅന ബൈത്തുൽ ഖർബാ.
പഠിച്ചു വെക്കണേ ഭീമാപ്പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദര, ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഖബർ നിന്നോട് സംസാരിക്കുന്ന രംഗമാ. ഖബറിൽ നടക്കുന്ന മറ്റൊരു അത്ഭുതത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന് നീ കാണുന്ന ഈ പച്ചമണ്ണ് നിന്നോട് നാളെ സംസാരിക്കുമത്രേ. ഒരു കാലഘട്ടത്തിൽ റസൂലുള്ള ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകവേ കഴിയിലുള്ളതാകുന്ന കല്ലുകൾ വന്നുകൊണ്ട് റസൂലുള്ളയോട് സലാം പറഞ്ഞു എന്ന് ഹദീസിലുണ്ട്. അത് കേട്ടിട്ട് ഒരുപക്ഷേ നീ ശക്ക് വെച്ചിട്ടുണ്ട് എങ്കിൽ, സംശയം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ സംശയിക്കേണ്ടതില്ല. കല്ലുകൾ നിന്നോട് സംസാരിക്കുന്ന ഘട്ടം കടന്നു വരുകയാണ്. മണ്ണ് നിന്നോട് സംസാരിക്കും. 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബർ നിന്നോട് സംസാരിക്കും. ആ ഖബർ നിന്നോട് വിളിച്ചു പറയും അത്രേ, അന ബൈത്തുൽ ഖറബാ മാ ഖറക ബി. അല്ലയോ ആദം സന്തതികളെ, അല്ലയോ ആദം മനുഷ്യ, അല്ലയോ ഭീമാപള്ളിയുടെ പരിസരത്ത് ഖബറിലേക്ക് ഇറക്കപ്പെട്ട പെങ്ങളെ, എന്നെ കൊണ്ട് നീ മനസ്സിലാക്കാത്തതെന്തേ? എന്നെ കൊണ്ട് വഞ്ചിതയായതെന്തേ? നീ എന്തേ നമസ്കരിക്കാതെ പോയത്? നീ എന്തേ നോമ്പ് പിടിക്കാതെ പോയത്? നീ എന്തേ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ പടിവാതിൽക്ക് വന്നിട്ട് പോലും തൗബ ചെയ്യാതെ നിലകൊണ്ടുപോയത്? നീ എന്തേ പാപങ്ങളെ സഹായിക്കാതെ പോയത്? നീ എന്തേ നിരാലംബരക്ക് അവലംബമാകാതെ പോയത്? നീ എന്തേ നാട്ടിലുള്ളതാകുന്ന പാവങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അത് അറിവ് വരുത്താതിരിക്കാൻ പോയത്? അവരുടെ ദുഃഖങ്ങളിൽ പങ്കാളിയാകേണ്ടിയിരുന്നു. നീ എന്തേ വിഷമങ്ങളും ദുഃഖങ്ങളും പങ്കാളിയാകാതെ പോയത്? ഞാനിതാ പുഴുക്കളുടെ വീടാണ്. ഖബറവനോട് പറയുമത്രേ. ആദ്യമായ ഖബർ പറയുന്ന വാക്കാണിത്, ഞാൻ പുഴുക്കളുടെ ഭവനമാണ്. ഞാൻ വിജനമാക്കപ്പെട്ട സ്ഥലമാണ്. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം തൊട്ടുരുമി കടന്നവനായിരിക്കാം. ഇന്നലെ വല്ല മനോഹരമാകുന്ന ബെഡിൽ ശയ്യവലംബിച്ചവനായിരിക്കാം. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം നല്ല സുഖലോലുപതയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബനം കൊടുത്തുകൊണ്ട് മനോഹരമായ നിദ്രയിൽ ഭവിച്ചവനായിരിക്കാം. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലാതെ കാമുകനുമായി രഹസ്യമായി വേഴ്ച നടത്തിയവളായിരിക്കാം. എന്നാൽ ഇന്ന് നീ എന്താണ് മനസ്സിലാക്കിയത്? ഇന്നിതാ ഖബറിലേക്ക് വരുമ്പോ നിനക്ക് ഞാനുള്ളത് പുഴുക്കളുടെ വീടാണ്. ഇന്നിതാ പുഴുക്കളുടെ ഭവനമായി മാറുകയാണ്. ഇന്ന് വിജനമാക്കപ്പെട്ട സ്ഥലമാ. ഇന്ന് ഏകാന്തതയുടെ ഭവനമാണ്. ഇന്ന് ഒറ്റപ്പള്ളരിന്റെ രാവാണ്. ഇനി അങ്ങോട്ട് നിന്റെ ജീവിതം ഇതാ ഒറ്റപ്പള്ളരിന്റെ ലോകമാണ്. അതാണ് ആലമുൽ ബർസഖ്, മറയുടെ ഒരു ലോകം. ഖബർ എന്ന് പറയുന്നത് ഒരു ലോകമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി മനുഷ്യന്റെ ജീവിത ഘട്ടങ്ങൾ, 5 ജീവിത ഘട്ടങ്ങൾ പഠിക്കണം നമ്മൾ. യൂട്യൂബിലുണ്ട് വിനീതന്റെ പ്രഭാഷണം, 5 ജീവിത ഘട്ടങ്ങൾ മനുഷ്യന്റേത്. നിങ്ങൾ കേൾക്കണം, അള്ളാഹു തൗഫീഖ് തരട്ടെ. 1 ആത്മാക്കളുടെ ലോകം, ആലമുൽ അർവാഹ്. അവിടുന്ന് നമ്മൾ തുടങ്ങിയത്. നമ്മുടെ ജീവിതം അവിടുന്ന് തുടങ്ങി. ഇതൊക്കെ പഠിക്കണം. അതൊന്നും പഠിക്കാതെ നമ്മൾ ഇരുന്നിട്ട് എന്താ കാര്യം? ആത്മാക്കളുടെ ലോകം, ഇന്ന് കാണുന്ന ഈ ശരീരമില്ലാതെ നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രമായി പടച്ച റബ്ബ് അവന്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. അങ്ങനെ ലോകമുണ്ടായിരുന്നു. 1000 കൊല്ലക്കണക്കിന് വർഷം നമ്മളവിടെ ജീവിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതിയിട്ടുണ്ട്. ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. അത് കഴിഞ്ഞ് 2ാമത്തെ ലോകം ആലമുദ് ദുനിയ, ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ബൃഹത്തായ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുവന്നു. ഇത് ആലമുദ് ദുനിയ, ഭൗതികമായ ലോകമാണ്. ഇത് 2ാം ഘട്ട ജീവിതമാണ് ഇപ്പോൾ നമ്മൾ വസിക്കുന്നത്. ഇനി ഇവിടുന്ന് പോവാൻ 2ാമത്തെ ഘട്ടത്തിൽ എത്തിയിട്ടുള്ളൂ. ഇനി പോകാൻ കിടക്കൻ. മനസ്സിലാക്കണം, എത്ര ഘട്ടങ്ങളുണ്ട്? 5 ഘട്ടങ്ങൾ. ഒരു ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുവാൻ. ഇപ്പൊ നമുക്ക് ആത്മാവ് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ശരീരവും കൂടിയുണ്ട്. ഇതുമായിട്ടുള്ള ഘട്ടത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നു, 60ന്റെയും 70ന്റെയും ഇടയിലുള്ള പ്രായമാണ് എന്റെ ഉമ്മത്തിനുള്ളത് ഈ ലോകത്തെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വയസ്സെത്രയായി ചിന്തിച്ചോ? 30 കഴിഞ്ഞവരുണ്ട്, 40 എത്തിയവരുണ്ട്, 60 കഴിഞ്ഞവരുണ്ട്, 70ലേക്ക് കാലൂന്നിയവരുണ്ട്. ഇതെല്ലാം
എല്ലാത്തിനുമപ്പുറം 90-100 വയസ്സെത്തിക്കൊണ്ട് ഭീമാപ്പള്ളിയുടെ പരിസരത്ത് കോളാമ്പീരുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് നസീബാക്കണേ അല്ലാ. ഇതെല്ലാത്തിനും പുറമെ ചെറിയ പ്രായമുള്ള മക്കളുണ്ട്. എന്നാൽ റസൂലുള്ള പറഞ്ഞ ആയുസ്സിലേക്ക് 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ള ആയുസ്. എന്തുകൊണ്ടാണ് റസൂലുള്ള അങ്ങനെ പറഞ്ഞത്? ആദരവായ പ്രവാചകൻ വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ആയുസ് എന്റെ ഉമ്മത്തിനുള്ളൂ. ഇനി റസൂലുള്ള പറഞ്ഞ ആയുസ്സിലേക്ക് എത്ര ചുവടുകൂടി പോകാനുണ്ട്? മണിക്കൂറുകൾ നമുക്കിതാ സെക്കൻഡുകളായി തോന്നുന്ന കാലഘട്ടമാണ്. വർഷം ഒരു മാസമായി, മാസം ഒരാഴ്ചയായി, ആഴ്ച നിനക്കൊരു ദിവസമായി, ദിവസം ഒരു മണിക്കൂറായി, മണിക്കൂർ ഒരു മിനിറ്റായി, ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നുന്ന ഘട്ടം നമ്മുടെ കാതിലേക്ക് എത്തി, നമ്മുടെ ദിനചര്യയിലേക്ക് കടന്നു വന്നു. ലോകാവസാനം വെളിപ്പാടുകൾ വന്നു നിലകൊള്ളുകയാണ്. അമൽ ചെയ്യാൻ ഇനി എവിടെയാണ് സമയം ബാക്കിയുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ ഒരു ഘട്ടം മരണത്തോടുകൂടി കടന്നു വരുന്നുണ്ട്. ആലമുൽ ബർസഖ്, അത് ഖബർ എന്ന ലോകമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതുപോലൊരു ലോകമാണത്, മനസ്സിലാക്കണം നമ്മൾ.